കണിച്ചുകുളങ്ങര പൊക്ലാശ്ശേരി ബാലഭദ്ര ദേവി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആഗസ്റ്റ് 9 തുടങ്ങും. കണിച്ചുകുളങ്ങര പൊക്ലാശ്ശേരി ബാലഭദ്ര ദേവി ക്ഷേത്രത്തിലെ 77ാമത് ഭാഗവത സപ്താഹയജ്ഞം ആഗസ്റ്റ് 9 തുടങ്ങും. വൈകിട്ട് 7:30 ശ്രീദേവി മാപ്പിളപറമ്പ് സപ്താഹയജ്ഞത്തിന് ഭദ്രദീപം തെളിയിക്കും. ലഫ്റ്റനന്റ് കേണൽ ശോഭന ഉണ്ണിത്തൻ വിഗ്രഹ സമർപ്പണം നിർവഹിക്കും. ഓഗസ്റ്റ് 17 യജ്ഞം സമാപിക്കും. ദിവസേന രാവിലെ 7:45 മുതൽ ഭാഗവത പാരായണം, പകൽ 1 അന്നദാനം, വൈകുന്നേരം 7:30 നാമജപസന്ധ്യ, പ്രഭാഷണം, നൃത്തനൃത്യങ്ങൾ എന്നിവ നടക്കും. ഹരിപ്പാട് വേണുജിയാണ് യജ്ഞാചാര്യൻ. യജ്ഞത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം പ്രസിഡന്റ് ജി സുരേഷ് കുമാർ മാനങ്ങാടി, സെക്രട്ടറി വി ബി ചന്ദ്രൻ വേടിയത്ത്, സപ്താഹ കമ്മിറ്റി കൺവീനർ ജെനി ശശികുമാർ ചാരമ്പറമ്പ്, ഭാരവാഹികളായ കെ എൻ പത്മകുമാർ, ലക്ഷ്മണക്കുറുപ്പ്, അനിൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു. ശ്രീ ബാലഭദ്ര ദേവി ക്ഷേത്രം 77ാമത് ശ്രീമദ് സപ്താഹ യജ്ഞം 2025 ആഗസ്റ്റ് 9 മുതൽ യജ്ഞം തുടക്കമാകുന്നു. 10 പകൽദീപ പ്രകാശനം നിർവഹിക്കുന്നത് ശ്രീദേവി മാപ്പിളപറമ്പ്, വിഗ്രഹ സമർപ്പണം കേണൽ ശോഭന ഉണ്ണിത്താൻ, വടക്കേ കുളക്കാട്ട്, യജ്ഞാചാര്യൻ ശ്രീ ഹരിപ്പാട് വേണുജി. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയാൻ 400 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം കൊച്ചി രാജാവിൻ്റെ കാലത്ത് പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ രാജാവ് അന്ന് ജനങ്ങൾക്ക് വേണ്ടി, ആ പ്രദേശത്തിന് വേണ്ടി അദ്ദേഹം പൂജ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് നാട്ടുരാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ 10 കുടുംബത്തിന് ക്ഷേത്രം ഏൽപ്പിക്കുകയും ആ കുടുംബക്കാർക്ക് ക്ഷേത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ അന്ന് കരയോഗം NSS ഭരിച്ചുകൊണ്ടിരുന്ന NSS 1332 പൊക്ലാശ്ശേരി കരയോഗം പ്രസിഡന്റ് തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ പഴയ കാലഘട്ടത്തിൽ അന്നവും അതുപോലെ തന്നെ വേലവടേനിയൊക്കെ നടന്ന ഭയങ്കര പ്രസക്തമായ ഒരു ക്ഷേത്രമായിരുന്നു. ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയിലേക്ക് വീണ്ടും ഇത്രയും 77 വർഷമായിട്ട് സപ്താഹയജ്ഞം നടക്കുന്നതുകൊണ്ട് പ്രശ്നവിധിയിൽ തന്നെ ക്ഷേത്രം സെപ്പറേറ്റ് തന്നെ വേണം എന്ന രീതിയിൽ ചിങ്ങം 1 ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഇവിടെ വെച്ചിരിക്കുകയാണ്.